ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام خير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واجعلني من جنة النعيم ബഹുമാനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും സകല മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ തഖ്വയിൽ അധിഷ്ഠിത ജീവിതം നയിച്ച് ഇരുലോകത്തും വിജയികളായിത്തീരുന്ന സൗഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനകളായി പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്ന പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, വജഅൽനി, അല്ലാഹുവേ നീ എന്നെ ആക്കണമേ, മിൻ വറസത്തിൻ നഈം, സുഖങ്ങളുടെ കേന്ദ്രമായ സ്വർഗത്തിൻ്റെ അവകാശികളിൽ, അതിനെ അനന്തരമെടുക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച കൂട്ടത്തിലുള്ളൊരു പ്രാർത്ഥനയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാന്മാരായ അമ്പിയാക്കളും അതുപോലെ തന്നെ സ്വാലിഹീങ്ങളും മുർസലീങ്ങളുമെല്ലാം ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും പ്രവർത്തിച്ചതും ഈ ഒരു സ്വർഗത്തിന് വേണ്ടിയാണ്. നമ്മുടെയും വിശ്വാസികളായ നമ്മുടെയും വലിയ ആഗ്രഹവും പ്രതീക്ഷയും ജീവിത ലക്ഷ്യവും ആ പരലോക വിജയവും അവിടെ സ്വർഗം നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെയാണ്. അതിനുതകുന്ന, അതിന് നമ്മെ സഹായിക്കുന്ന ചില കർമ്മങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ഖുതുബകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു വചനങ്ങളിലും പരിശുദ്ധ ഖുർആനിലും സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 5 കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒന്നാമതായിക്കൊണ്ട് തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസവും അതിനനുസൃതമായ പ്രവർത്തനങ്ങളും. രണ്ടാമത്തേത് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് ത്വാഅത്തുല്ലാഹി വ റസൂലി, അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും
അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. നാലാമത്തേത്, ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം നമ്മൾ സൂചിപ്പിച്ചത്, ഇസ്ലാം എന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അതിൻ്റെ നിയമനിർദ്ദേശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്തിഖാമത്തോടെ ആ ദീനിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യമായി നമ്മൾ മനസ്സിലാക്കിയത്. ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, ഇതൊക്കെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവർക്ക് സ്വർഗപ്രവേശനമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിന് തുടർച്ചയെന്നോണം മറ്റു ചില കാര്യങ്ങൾ കൂടി, ഏതാനും ചില കാര്യങ്ങൾ കൂടിയാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. സ്വർഗപ്രവേശനത്തിന് കാരണമാകുമെന്ന് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്. നമുക്കേവർക്കും സുപരിചിതമായ പദമാണ് ജിഹാദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തെയും ഇസ്ലാം മതത്തെയും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുവാനും ശത്രുക്കൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പദങ്ങളിൽപ്പെട്ട ഒരു പദവും കൂടിയാണ് ജിഹാദ് എന്ന് പറയുന്നത്. എന്താണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം എന്നാണ് ജിഹാദ് എന്ന പദത്തിൻ്റെ ഭാഷാപരമായ അർത്ഥം. ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ അത് വാളും കത്തിയുമായുള്ള യുദ്ധം മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, മറിച്ച് ജിഹാദിന് വളരെ വിശാലമായ അർത്ഥമാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ജിഹാദ് എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള ധർമ്മസമരം, യുദ്ധം എന്നത് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും അത് മാത്രമല്ല ജിഹാദ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ ജിഹാദ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഈ സമുദായത്തെ, ഈ സമൂഹത്തെ തേജോവധം ചെയ്യുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും മലയാളക്കരയിലും ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ലൗ ജിഹാദ് എന്നൊരു വാക്ക് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണത് സൂചിപ്പിക്കുന്നത്? മുസ്ലിം ചെറുപ്പക്കാർ അന്യമതത്തിൽപ്പെട്ട സ്ത്രീകളെ സ്നേഹിച്ച് വശത്താക്കി അവരെ വിവാഹം കഴിച്ച് ഇസ്ലാമിലേക്ക് ചേർക്കുന്നു എന്നാണ് ലൗ ജിഹാദ് എന്ന വാക്കുകൊണ്ട് ശത്രുക്കൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ജിഹാദ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അന്യ സ്ത്രീയെ നോക്കുന്നത് പോലും, അവൾ തനിക്കനുവദനീയമല്ലാത്ത കാഴ്ചകൾ കാണുന്നത് പോലും അരുതെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് മറ്റൊരു സ്ത്രീയെ സ്നേഹിച്ചും പ്രേമിച്ചും പ്രണയിച്ചും അവളെ വശത്താക്കുവാനും തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുക? അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി ധാരണയില്ലാത്ത, പഠിക്കാത്ത, മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം പടച്ചുവിട്ട നുണകളിൽപ്പെട്ട ഒരു നുണ മാത്രമാണ് ലൗ ജിഹാദ് എന്ന് പറയുന്നത്. അങ്ങനെ ഇസ്ലാം ഒരാളെയും സ്നേഹിച്ചുകൊണ്ട് പ്രേമിച്ചുകൊണ്ട് അങ്ങനെ അവരെ വശത്താക്കി മതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ കത്തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലാത്കാരവും യാതൊരു നിർബന്ധവും ഇല്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ വിശ്വസിക്കുക, അത്ര തന്നെ. അതിലുപരിയായിക്കൊണ്ട് ഒരാളെയും നിർബന്ധിച്ചുകൊണ്ട് നിർബന്ധ മതപരിവർത്തനം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയമേ അല്ല. അതുകൊണ്ട് തന്നെ ഈ ജിഹാദ്, ലൗ ജിഹാദ് എന്ന ഈ വാക്ക്, ഇത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ പടച്ചുണ്ടാക്കിയതാണെന്ന് സാന്ദർഭികമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയുഖ്തലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ ശരീരങ്ങളെയും അവരുടെ സമ്പത്തിനെയും അല്ലാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു. ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് പകരം സ്വർഗം നൽകാമെന്ന വ്യവസ്ഥയിൽ അവരുടെ ശരീരങ്ങളെയും അവരുടെ സമ്പത്തിനെയും അള്ളാഹു വിശ്വാസികളിൽ നിന്ന് വിലക്ക് വാങ്ങിയിരിക്കുന്നു. യുഖാതിലൂന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ യുദ്ധം ചെയ്യുന്നു, ധർമ്മസമരം നടത്തുന്നു, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പരിശ്രമം നടത്തുന്നു. ഫയഖ്തുലൂൻ, അങ്ങനെ ദീനിന്റെ ശത്രുക്കളായ ആളുകളെ, ദീനിനോട് വിരോധം വെച്ച് പുലർത്തുന്ന, അതുപോലെ തന്നെ ദീനി സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അതാണ് ഇസ്ലാം പഠിപ്പിച്ച ജിഹാദിൽപ്പെട്ട ഒരു ജിഹാദ്. അള്ളാഹു
അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള ജിഹാദ്. അതും തന്നെ ഇസ്ലാം എപ്പോഴാണ് അനുവദിച്ചിട്ടുള്ളത്? മതപരമായ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുമ്പോൾ, ഒരു നിലക്കും അതിന് അനുവാദം നൽകാതിരിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ദീനിന് തടസ്സം നിൽക്കുമ്പോൾ മാത്രമാണ് ആ രൂപത്തിൽ ജിഹാദ് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തൻ്റെ പ്രബോധന പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അവിടെ ശത്രുക്കൾ എതിർപ്പുമായി വന്നു. ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തതിന് ശേഷം അവസാന നിമിഷത്തിലാണ് ബദർ യുദ്ധത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അനുവാദം നൽകിയതെന്ന് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒന്നാമത്തെ ജിഹാദ് ശരീരം കൊണ്ടുള്ള ജിഹാദാണ്. അതുപോലെ തന്നെ മറ്റൊരു ജിഹാദിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ, നിങ്ങൾക്കൊരു കച്ചവടത്തെക്കുറിച്ച്, ഒരു ബിസിനസിനെ കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ? എന്താണ് ആ ബിസിനസിന്റെ പ്രത്യേകത? തുഞ്ചീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടമാണത്. എന്താണ് ഇതിന്റെ മുതൽ മുടക്ക്? എന്താണ്? തുഅ്മിനൂന ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും നിങ്ങൾ വിശ്വസിക്കണം. വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം. എന്തുകൊണ്ടൊക്കെ ജിഹാദ് വേണം? ബി അംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്, വ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ടും, ദാലിക്കും ഖൈറുൻ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ള ഉത്തമമായിട്ടുള്ളത്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം യഗ്ഫിർ ലക്കും, അവൻ നിങ്ങൾക്ക് പുറത്തു തരും, ദുനൂക്കും, നിങ്ങളുടെ പാപങ്ങൾ, വയുദ്ഖിൽക്കും, നിങ്ങൾ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും, ജന്നാത്തിൻ, സ്വർഗങ്ങളിൽ, സ്വർഗീയ ആരാമങ്ങളിൽ, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ, വമസാകിന ത്വയ്യിബ, അതുപോലെ തന്നെ ഏറ്റവും അത്യുത്തമമായ താമസ സ്ഥലങ്ങളിലും അവൻ നിങ്ങൾക്ക് പ്രവേശനം നൽകും, ഫീ ജന്നാതി അദ്നിൻ, സ്ഥിരതാമസത്തിന്റെ സ്വർഗത്തിൽ, ദാലിക്കൽ ഫൗസുൽ അളീം, അതാകുന്നു വമ്പിച്ച വിജയം എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഇവിടെ രണ്ട് ജിഹാദിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് ബി അംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്. എങ്ങനെയാ സമ്പത്ത് കൊണ്ട് ജിഹാദ് ചെയ്യുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. വലാ തുഅ്തു സുഫഹാ അംവാലകുമുല്ലതി ജഅലഹു ലക്കും ഖിയാമ, നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആധാരമായി അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള സമ്പത്ത് അത് നിങ്ങൾ വിവരമില്ലാത്തവർക്ക്, വിഡ്ഢികൾക്ക് കൊടുക്കരുതെന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ ജീവിതത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്, മനുഷ്യന്റെ മനസ്സമാധാനത്തിന് അത്യാവശ്യമാണ് സമ്പത്ത്, ധനം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് എത്രയെത്ര ആത്മഹത്യകളും കൊലപാതകങ്ങളുമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മനസ്സമാധാനം, ആ സമ്പത്തില്ലാതിരിക്കുമ്പോൾ അതിൻ്റെ പേരിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ട്, അതുപോലെ തന്നെ തനിക്ക് താങ്ങാൻ കഴിയാവുന്ന അപ്പുറം ഭാരങ്ങൾ ആവശ്യമായി ഏറ്റി തൻ്റെ ചുമൽ വെച്ചുകൊണ്ട് അവസാനം കടം വീട്ടാൻ നിവൃത്തിയില്ലാതെ ഒരു കുപ്പി വിഷത്തിലോ ഒരു മുഴം കയറിലോ ഒക്കെ ജീവിതങ്ങൾ അവസാനിച്ച വാർത്തകളൊക്കെ നമ്മൾ ദിനേന പത്രമാധ്യമങ്ങളിൽ കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യ സമാധാനത്തിന് അള്ളാഹു നിശ്ചയിച്ചൊരു മാർഗമാണ് ധനമെന്ന് പറയുന്നത്. അതാരുടെയും അവരുടെ കഴിവുകൊണ്ടോ അവർ തറവാടിത്തം കൊണ്ടോ അള്ളാഹു നൽകുന്നതല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആ ധനം ആർക്കൊക്കെ എപ്പോഴൊക്കെ എത്രയൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത്. അതിൽ മനുഷ്യന്റെ ബുദ്ധിക്കോ അവന്റെ സാമർഥ്യത്തിനോ അവന്റെ കഴിവിനോ യാതൊരു സ്ഥാനവുമില്ല. എത്രയെത്ര ഡിഗ്രികൾ കരസ്ഥമാക്കിയ ആളുകൾ 5 കാശിന് വകയില്ലാതെ ലോകത്ത് നടക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ സ്വന്തം പേര് പോലും ഒരുപക്ഷെ ഇംഗ്ലീഷിൽ കൃത്യമായി എഴുതാൻ പോലും അറിയാത്ത കോടീശ്വരന്മാർ ലോകത്തുണ്ട് എന്നുള്ള മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ധനം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനം, മാനദണ്ഡം വിദ്യാഭ്യാസമോ അവനവന്റെ കഴിവോ ബുദ്ധിശക്തിയോ ഒന്നുമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യമായി കൊണ്ട് നൽകുന്നതാണ് ധനമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ധനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അത് ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിങ്ങൾ ചെലവഴിക്കണമെന്നാണ്. നിങ്ങളുടെ സമ്പത്ത് കൊടുക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്, നാം നിങ്ങളെ ഏൽപ്പിച്ചതിൽ നിന്ന്, നാം നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നതിൽ നിന്ന് കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രയോഗം. അതുപോലെ തന്നെ വആതൂഹും മിൻ മാലില്ലാഹില്ലദീ ആതാകും, മറ്റൊരു പ്രയോഗം അങ്ങനെയാണ്. അള്ളാഹു നിങ്ങൾക്ക് തന്ന മാലില്ലാഹി,
അവന്റെ ധനമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ പറയും എന്റെ അക്കൗണ്ട്, എന്റെ ബാലൻസ്, എന്റെ മുതല്, എന്റെ ബിൽഡിങ്, എന്റെ ഭൂമി. പറയാൻ അർഹതയില്ല. വആതൂഹും മിൻ മാലില്ലാഹി, ഇതൊക്കെ അള്ളാഹുവിന്റെ സമ്പത്താണ്. അള്ളാഹുവാണ് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ. കൈകാര്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ ജീവിത സൗകര്യത്തിന് വേണ്ടി നമ്മളെയൊക്കെ അല്പാൽപ്പം ഏൽപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, ഈ സമ്പത്ത് ഞാൻ നിങ്ങളെ അതിന്റെ കൈകാര്യകർത്താക്കളാക്കി ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഞാനാണ്. അതുകൊണ്ട് അതിലുള്ള അവകാശങ്ങൾ നിങ്ങൾ കൊടുത്തു വീട്ടണമെന്നാണ്. വഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം, സത്യവിശ്വാസികളായ ആളുകളുടെ ധനത്തിൽ ഒരു കൃത്യമായ നിശ്ചിതമായ ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവർക്കും ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങൾ തടയപ്പെട്ടവർക്കും നിഷേധിക്കപ്പെട്ടവർക്കും പാവപ്പെട്ടവരായ ആളുകൾക്കും അവകാശങ്ങളുണ്ട് എന്നാണ്. നിർബന്ധമായ 2.5% കൊടുക്കേണ്ട സക്കാത്തും അതുപോലെ തന്നെ ഐച്ഛികമായ ദാനധർമ്മങ്ങളുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് തഫ്സീറിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ധനം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണമെന്ന് പറയുമ്പം അത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി, കരയുന്നവന്റെ കണ്ണീരൊപ്പാൻ വേണ്ടി, ജീവിതത്തിൽ പ്രയാസങ്ങൾ സഹിക്കുന്നവരെ അവർക്ക് ആവുന്ന വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു ആ നല്ല മാർഗത്തിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ധനം കൊണ്ടുള്ള സമ്പത്ത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ധനം കൊണ്ടും തന്റെ ശരീരം കൊണ്ടുമൊക്കെ സമ്പത്ത് ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതിലുപരിയായിക്കൊണ്ട് വേറെയും കുറെ ജിഹാദുകൾ നമുക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് ജിഹാദുൻ നഫ്സ്. ഞാൻ പറഞ്ഞല്ലോ, ജിഹാദ് എന്നുള്ളത് വെറും യുദ്ധത്തിലോ അതല്ലെങ്കിൽ 1-2 കാര്യങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് ജിഹാദ് എന്നുള്ളത് വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ജിഹാദിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് ജിഹാദുൻ നഫ്സ്. നമ്മുടെ നഫ്സിനോട് നമുക്കൊരു ധർമ്മസമരമുണ്ട്, നമ്മുടെ നഫ്സിനോട് നമുക്കൊരു യുദ്ധം ചെയ്യാനുണ്ട്. എന്താണത്? തിന്മകളിലേക്ക് പായുന്ന മനസ്സ്, സദാ തിന്മകളിലേക്ക് ആഗ്രഹിക്കുന്ന, തിന്മകൾ ചെയ്യാൻ കൊതിക്കുന്ന ആ മനസ്സിനോട് നമുക്കൊരു ധർമ്മസമരമുണ്ട്. അതാണ് മനസ്സിന്റെ ജിഹാദ് എന്ന് പറയുന്നത്. ആ മനസ്സിനെ തിന്മകളിലേക്ക് പോകുന്നതിന് തടഞ്ഞു നിർത്തിക്കൊണ്ട് നന്മയുടെ കൂടാരത്തിൽ അതിനെ പിടിച്ചു നിർത്തുവാൻ, തന്മയിലേക്ക് പോകുന്നതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് സ്വന്തം നഫ്സിനോട് ചെയ്യേണ്ട ജിഹാദ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. തന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് ഭയപ്പെടുകയും അങ്ങനെ തന്റെ നഫ്സ് തന്നോട് കൽപ്പിക്കുന്ന തിന്മകളെ തൊട്ട് വിരോധിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നവർ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവന്റെ സങ്കേതമാണ്, അവനുള്ള സങ്കേതമാണ് സ്വർഗമെന്ന് പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് പരിചയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ നഫ്സിനോടുള്ള ജിഹാദ് എന്ന് പറയുന്നത് തിന്മകളിലേക്ക് പാഞ്ഞെടുക്കുന്ന മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണെന്ന് ഖുർആൻ പറയുന്നത്. ഇന്ന നഫ്സല അമ്മാറത്തും ബിസൂഇ, മനുഷ്യന്റെ മനസ്സ് തിന്മകൾ കൊണ്ട് നന്നായി കൽപ്പിക്കുന്നതാണ്, തിന്മകൾ കൊണ്ട് കൂടുതൽ കൽപ്പിക്കുന്നതാണ്. മനുഷ്യർക്ക് എപ്പോഴും നന്മയേക്കാൾ താല്പര്യം തിന്മകളോടായിരിക്കും, നല്ലതിനേക്കാൾ താല്പര്യം വൃത്തികളോടും മ്ലേച്ഛതകളോടുമായിരിക്കും. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ തിന്മകളിലേക്ക് ക്ഷണിക്കുന്ന ആ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നന്മയുടെ പാന്താവിൽ അതിനെ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുക എന്നുള്ളതാണ് ജിഹാദു നഫ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ജിഹാദു ശൈത്വാൻ. ശൈത്വാനോട് നമുക്ക് ജിഹാദുണ്ട്. നമ്മുടെ പ്രഥമ ശത്രുവാണ്, നമ്മുടെ മുഖ്യ ശത്രുവാണ് പിശാച് എന്ന് പറയുന്നത്. അല്ലാഹു പറഞ്ഞല്ലോ, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് അവനെ മിത്രമായി കാണരുത്. പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം, അവന്റെ കാൽപ്പാടങ്ങൾ നിങ്ങൾ പിന്തുടരുതെന്ന് ഖുർആൻ പറഞ്ഞു. വലാ തത്തബിയു ഖുതുവാത്തി ശൈത്വാൻ, പിശാചിന്റെ കാലടികൾ നിങ്ങൾ പിന്തുടരുത്. ആ പിശാച് പല തിന്മകളിലേക്കും നമ്മളെ നടത്താൻ പരിശ്രമിക്കും. അതുപോലെ തന്നെ തിന്മകളെ നന്മയായി കാണിപ്പിച്ച് ബോധനം നൽകുകയും ചെയ്യും. അവിടെയൊക്കെ ആ പിശാചിന്റെ ചതിയിൽ അതിൽ ചെന്ന് ചാടാതെ ആ പിശാചിന്റെ കാലടികൾ പിൻപറ്റുന്നതിൽ മാറി സഞ്ചരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ജിഹാദു ശൈത്താൻ എന്ന് പറയുന്നത്. അൽ ജിഹാദു ബിൽ ലിസാനി വൽ കലിമ. മറ്റൊരു ജിഹാദ് എന്ന് പറയുന്നത് തന്റെ നാവുകൊണ്ട് നിർവഹിക്കേണ്ട ജിഹാദാണ്. തിന്മകൾ സമൂഹത്തിൽ നടമാടുമ്പോൾ, അതുപോലെ തന്നെ തിന്മയിലേക്ക് ആളുകൾ കൂലം കുത്തി ഒഴുകുമ്പോൾ, തിന്മയ്ക്ക് വേണ്ടിയുള്ള പ്രചാരണം നടക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ നമ്മുടെ നാവ് ഉയരണം.
അതാണ് നാവ് കൊണ്ടുള്ള ജിഹാദ് എന്ന് പറയുന്നത്. ആ നന്മ കൊണ്ട് കൽപ്പിക്കുകയും ആ തിന്മയെ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് നാവ് കൊണ്ട് നമ്മൾ ഓരോരുത്തർ നിർവഹിക്കേണ്ട ധർമ്മമാണ്, ധർമ്മസമരമാണ്. അതാണ് ജിഹാദുൽ ലിസാനി വൽ കലിമ. അതാണ് ഈ ഉമ്മത്തിനെ അള്ളാഹു ഏറ്റവും ഉത്തമമായ സമുദായമായി തെരഞ്ഞെടുക്കുവാനുള്ള ക്വാളിറ്റിയും ക്വാളിഫിക്കേഷൻ നൽകിയ കൂട്ടത്തിൽ അള്ളാഹു എണ്ണിപ്പറഞ്ഞതാണ്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമുദായം. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട ഏറ്റവും ഉത്തമമായ സമുദായം നിങ്ങളാണ്. എന്താ നിങ്ങൾക്ക് പ്രത്യേകത? എന്താണ്? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു എന്നതാണ് നിങ്ങൾക്കുള്ള ഗുണം. ആ ഗുണമുള്ളപ്പോഴാണ് നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമുദായമാവുക. അതുകൊണ്ട് തിന്മക്കെതിരെ പ്രതിരോധിക്കാൻ നമ്മുടെ നാവ് അനങ്ങേണ്ടതുണ്ട്, നാവ് പൊന്തേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിലും കൂട്ടായ്മകളൊക്കെ ഭാഗമായിക്കൊണ്ട് ആവുന്ന രൂപത്തിൽ ആ പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ അൽ ജിഹാദു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള ജിഹാദുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനം അംഗീകരിക്കുവാനും അതിനോട് ഒരു പുച്ഛം തോന്നാതിരിക്കാനും അതിന് പ്രതിഷേധം തോന്നാതിരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ജിഹാദ് ചെയ്യാൻ സാധിക്കുന്നത്. അള്ളാഹുവിനറിയാൻ നമ്മുടെ കാര്യങ്ങൾ നമ്മളെക്കാൾ കൂടുതലായിക്കൊണ്ട് അള്ളാഹ് തന്നതിൽ അള്ളാഹ് വിധിച്ചതിൽ പരിപൂർണമായി കീഴ്പ്പെട്ടുകൊണ്ട് അതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അങ്ങനെ നിരാശയില്ലാതെ അള്ളാഹു തന്നതിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിക്കാൻ സാധ്യത. അതാണ് ഹൃദയം കൊണ്ടുള്ള ജിഹാദ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതുപോലെ തന്നെ ജിഹാദുൽ ബലാഇ വസ്സബ്ർ, പരീക്ഷണങ്ങളിലുള്ള ജിഹാദ് എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് എന്നും സുഖകരമായിരിക്കുകയില്ല. മാറി മാറി വരുന്നത് പോലെ ജീവിതത്തിൽ സന്തോഷങ്ങളും സന്താപങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ മാറി മാറി മറന്നു വന്നുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അസ്സബ്റു ഇൻദൽ ബലാ, വിവിധങ്ങളായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ക്ഷമിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് റബ്ബിനോട് നന്ദി കാണിക്കാനും സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് അജബൻ ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ്. അത് വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും ഉണ്ടാവുക. എന്താണത്? അവന് വല്ല ഗുണവും ലഭിച്ചാൽ ശക്കറ, റബ്ബിനോട് അവൻ നന്ദി കാണിക്കും. വല്ല പരീക്ഷണവും പ്രതിസന്ധിയും വന്നാൽ ക്ഷമിക്കുകയും പ്രതിഫലം കാക്ഷിക്കുകയും ചെയ്യും. ഫക്കാന ഖൈറ, രണ്ടിലുമാണ്. അവന് ഖൈർ ബാധിച്ചാൽ നന്മ കാണിച്ച് നന്മ ലഭിച്ചാൽ റബ്ബിനോട് ശുക്ർ കാണിച്ച് അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമയായി മാറും. അതേസമയം പരീക്ഷണങ്ങൾ വന്നാലോ അതിൽ ക്ഷമിച്ച് പ്രതിഫലം കാക്ഷിച്ച് ആ വിധിയിൽ അവൻ തൃപ്തിപ്പെട്ടുകൊണ്ട് അവൻ അതിനെ സ്വീകരിക്കും. അങ്ങനെ എല്ലാ നിലക്കും അവന് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ഖൈറായി മാറും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാകുന്ന കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത് ജിഹാദ്, അത് ജിഹാദിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട്. വെറും യുദ്ധമെന്ന അർത്ഥത്തിലല്ല, മറിച്ച് ജിഹാദിൻ്റെ ഇനങ്ങൾ ഹദീസുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യേണ്ടതുപോലെ നിങ്ങൾ അതിൻ്റെ മുറക്ക് നിങ്ങൾ ധർമ്മസമരം ചെയ്യുന്ന അള്ളാഹു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ലളിതവും നിസാരവുമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള ഭവനങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത്. പ്രവാചകൻ പറഞ്ഞു, മൻ ബന മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു മിത്ലഹു ഫിൽ ജന്ന, അതുപോലെ ഒരു ഭവനം അള്ളാഹു അവന് സ്വർഗത്തിൽ നിർമ്മിച്ചു കൊടുക്കുന്നതാണ് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ പ്രതിഫലമുള്ള ഒരു കർമ്മമാണ് പള്ളി നിർമ്മിക്കുക, പള്ളി നിർമ്മാണത്തിൽ പങ്കാളികളാവുക എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ആശങ്ക, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല. പരിഹാരമുണ്ട്. 3, 4, 5, 10 ആളുകൾ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൂടെ? ഒരാൾ 1 ലക്ഷം 1.5 ലക്ഷം ഉറുപ്പിക എടുത്താൽ അങ്ങനെ 10 ആളുകൾ കൂടി കഴിഞ്ഞാൽ അതുകൊണ്ടൊരു പള്ളി കയറൂലേ? നമ്മൾ വീടുകളൊക്കെ ലക്ഷങ്ങൾ കൊടുത്തു നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. 8-10 ലക്ഷങ്ങൾ കൊണ്ടൊക്കെ വീടുകൾ എടുത്ത ആളുകളുണ്ട്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്നുകൂടാ? ഒരു 8-10 സമാന മനസ്കരായ ആളുകൾ ചേർന്നുകൊണ്ട്
നമുക്ക് കിട്ടുന്ന സമ്പാദ്യം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പള്ളിയില്ലാത്തൊരു സ്ഥലത്ത് നമുക്കൊരു പള്ളി നമ്മുടെ എല്ലാവരുടെയും വകയായിക്കൊണ്ട് ഒരു പള്ളി നിർമ്മിച്ചുകൂടാ എന്നൊരു ചിന്ത നമുക്ക് എന്തുകൊണ്ട് വന്നുകൂടാ? അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്ന പക്ഷം നമുക്കതിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ നിർമ്മാണത്തിൽ ഏതെങ്കിലും നിലക്ക് പങ്കാളിയായാൽ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, ആരെങ്കിലും അള്ളാഹുവിന് ഒരു പള്ളി നിർമ്മിച്ചാൽ വലൗ കമഫ്ഹസി ഖിതാത്, ഒരു പക്ഷി അതിന് മുട്ടയിടുവാൻ ആ കാലുകൊണ്ട് ചികഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന അത്ര വലുപ്പത്തിലുള്ള ഒരു പള്ളിയാണെങ്കിൽ പോലും, എന്താ എന്നെ പറയേണ്ട അർത്ഥം, അത്രയും നിസാരമായ അത്രയും ചെറിയ രൂപത്തിലാണെങ്കിൽ പോലും പള്ളിയുടെ ഭവനത്തിലെ ഒരു പക്ഷി, ഒരു പ്രാവ്, അതല്ലെങ്കിൽ പ്രാവിനെപ്പോലൊരു പക്ഷിയാണ് ഖിതാത്ത് എന്ന് പറയുന്നത്, അതിന് മുട്ടയിടുവാൻ അത് കാലുകൊണ്ട് ചികഞ്ഞുണ്ടാക്കുന്ന നിസാരമായ കുറഞ്ഞ സ്ഥലം, അത്ര പോലും വലിപ്പമുള്ള, അത്രയെങ്കിലും വലിപ്പമുള്ള അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ഒരു ഭവനം അതിൽ ആരെങ്കിലും പങ്കാളിയായി കഴിഞ്ഞാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന് ഒരു വീട് അള്ളാഹു സുബ്ഹാനഹു നിർമ്മിച്ചു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ അടുക്കലൊക്കെ പല ആവശ്യങ്ങൾ പറഞ്ഞ ആളുകൾ വരാറുണ്ട്. പള്ളി നിർമ്മാണം, അതുപോലെ തന്നെ പള്ളി പരിപാലനം, പള്ളി പുനർനിർമ്മാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വരുമ്പം അതിനെയൊക്കെ പോസിറ്റീവായി നമുക്ക് കാണാൻ സാധിക്കണം. ഉള്ളത് കൊണ്ട് ഉള്ളതിൽ നിന്ന് കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം, ഇതെനിക്ക് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കാൻ അവസരമാണ് എൻ്റെ മുമ്പിൽ വരുന്നത്, ഇത് വേണോ വേണ്ടത് ഞാനാണ് തീരുമാനിക്കുന്നത് പറഞ്ഞുകൊണ്ട് അതിനെ പോസിറ്റീവായി കാണുവാനും ഉള്ളതിൽ നിന്ന് സംതൃപ്തിയോടെ മനസ്സോടെ സ്വമനസ്സോടെ സന്മനസ്സോടെ കൊടുക്കാനും നമുക്ക് സാധിക്കണം. എങ്കിൽ അത് എത്ര നിസാരമാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമായി രേഖപ്പെടുത്തപ്പെടും. ഹദീസിൽ വന്നതുപോലെ നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ കുതിരക്കുട്ടിയെ പോറ്റി വളർത്തി വലുതാക്കുന്നത് പോലെ നിങ്ങൾ നൽകുന്ന ദാനധർമ്മം അള്ളാഹു അവൻ്റെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് അതിനെ പരിപോഷിപ്പിച്ച് വളർത്തി വലുതാക്കുമെന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് കൊടുക്കുന്ന സംഖ്യയുടെ വലിപ്പമല്ല പ്രധാനം, മറിച്ച് കൊടുക്കാനുള്ള മനസ്സും അത് കൊടുക്കുമ്പോൾ നീയത്തുമാണ് പ്രധാനം. അതുകൊണ്ട് അത്തരം അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് എന്നെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രതിഫലങ്ങൾ വരാനുള്ള അവസരമാണിത് എന്ന് മനസ്സിലാക്കുക. ഇന്ന മിമ്മ യൽഹഖുൽ മുഅ്മിന മിൻ അമലി വഹസനാത്തി, ഒരു വിശ്വാസിക്ക് തൻ്റെ മരണശേഷവും സൽക്കർമ്മങ്ങൾ ലഭിക്കാനുള്ള കാരണങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഇൽമൻ നശറഹു വഅല്ലമ, അവൻ പഠിപ്പിച്ച് പ്രചരിപ്പിച്ച അറിവ്, വവലദൻ സ്വാലിഹൻ തറക്കഹു, അവൻ ഉപേക്ഷിച്ചു പോയ സ്വാലിഹായ ഒരു മകൻ, വമുസ്ഹഫൻ വറസഹു, അവൻ സംഭാവന ചെയ്ത ഒരു മുസ്ഹഫ്, അതുപോലെ തന്നെ ഔ മസ്ജിദൻ ബനാഹു, അതല്ലെങ്കിൽ അവൻ നിർമ്മിച്ച, അവൻ സംഭാവന കൊടുത്ത ഒരു പള്ളി, ഔ അതുപോലെ തന്നെ ഔ വൈതൻ ലിബ്നി സബീലിൻ ബനാഹു, യാത്രക്കാർക്ക് വേണ്ടി അവൻ നിർമ്മിച്ച ഒരു ഭവനം, ഔ നഹ്റൻ അജ്റാഹു, അതല്ലെങ്കിൽ അവൻ്റെ ചെലവിലുണ്ടാക്കിയ കിണറ്, പുഴ തുടങ്ങിയ കുടിവെള്ള സൗകര്യ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഔ സദഖത്തൻ അഖ്റജഹ മിൻ മാലിഹി ഫീ സിഹത്തിഹി വഹയാത്തി, തൻ്റെ ജീവിതത്തിലും ആരോഗ്യകാലത്തും അവൻ തൻ്റെ സ്വത്തിൽ നിന്ന്, തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് പുറത്തെടുത്ത് കൊടുത്ത സമ്പാദ്യങ്ങൾ, ഇതൊക്കെയും തൻ്റെ മരണശേഷവും അതിൻ്റെ പ്രതിഫലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്നാണ്. നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ കൊടുത്ത ഈ പറഞ്ഞ കാര്യങ്ങൾ, കൂട്ടത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിലൂടെ നമ്മൾ കൊടുത്ത സംഭാവനയിലൂടെ ആ പള്ളിയിൽ സുജൂദ് ചെയ്യപ്പെടുന്ന ആളുകളുടെയൊക്കെ സുജൂദിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വാങ്ങിക്കൊടുത്തൊരു മുസ്ഹഫ്, അതിൽ ആരൊക്കെ അതിൽ പാരായണം ചെയ്യുന്നുവോ അവർക്കിടെ പ്രതിഫലം ഒട്ടും കുറയാതെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കുത്തിക്കൊടുത്തൊരു കിണർ, അതിന് ആരൊക്കെ വെള്ളം ഉപയോഗിക്കുന്നുവോ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ മരണശേഷവും പ്രതിഫലം ലഭിക്കാൻ കാരണമായി ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സമ്പാദ്യമായിക്കൊണ്ട്, ഇൻവെസ്റ്റ് ആയിക്കൊണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക. ഇവിടെ എത്ര ലക്ഷങ്ങൾ ബാലൻസ് ഉണ്ടെങ്കിലും, എത്ര ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടെങ്കിലും അതൊന്നും പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോടെ കൊടുത്തുകൊണ്ട് നല്ലതിനു വേണ്ടി ചെലവഴിച്ച്, അള്ളാഹ് ദീനിനു വേണ്ടി കൊടുത്തു, നല്ലതിനു വേണ്ടി ചെലവഴിച്ചു, പാവങ്ങളെ സഹായിച്ചു, അങ്ങനെ കൊടുത്തത് മാത്രമേ നമുക്ക് ബാക്കിയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, അവൻ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സഹായിക്കുന്ന, ചെലവഴിക്കുന്ന നല്ലവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റ ദോഷങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അവിടെ അസുഖം അള്ളാഹു മാറ്റിക്കൊടുത്ത് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തിക പ്രയാസവും കടങ്ങൾ കൊണ്ട് വലഞ്ഞവർക്ക് അള്ളാഹുവിന് പ്രത്യേകമായ സഹായവും സംരക്ഷണവും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സഹോദരി സഹോദരന്മാർ, പണ്ഡിതന്മാർ, നാട്ടുകാർ, മാതാപിതാക്കൾ, സത്യവിശ്വാസി വിശ്വാസിനികൾ എല്ലാവർക്കും അള്ളാഹു
അള്ളാഹു സുബ്ഹാനഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് അനന്തരമെടുക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين وأقم الصلاة.